നമസ്തേ ചേട്ടാ. നമസ്തേ ചേച്ചി. കുറെ കാലം കൊണ്ട് ഞങ്ങൾ ആഗ്രഹിച്ച ഒരു സാധനമാ. ദൈവമേ, സോ ഹാപ്പി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രേക്ഷകരൊക്കെ വെയിറ്റിംഗ് ആയിരുന്നു. പിന്നെ അവിടെ നമ്മുടെ വർത്താനം ഒത്തിരി ഒത്തില്ല, പക്ഷെ എന്നാലും ഇവിടെ സംസാരിക്കണല്ലോ. ഫസ്റ്റ് ചേട്ടാ അവിടെ പറയാൻ പറ്റിയില്ല. ഹാർട്ടി കൺഗ്രാറ്റ്സ് ചേട്ടാ. താങ്ക് യു വെരി മച്ച്. ചേട്ടൻ ഇപ്പൊ അവാർഡുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക. ഞങ്ങളുടെ പ്രേക്ഷകരുടെയൊക്കെ പ്രാർത്ഥനയും എന്താ പറയുക, ബ്ലെസ്സിങ്സ് ഭഗവാന്റെ എല്ലാം കൂടെ എപ്പോഴും ഉണ്ടാവട്ടെ. അത് മാത്രമല്ല, എനിക്ക് ഏറ്റവും പറയാനുള്ളത് എന്താണെന്നറിയാം ചേച്ചി, ഈവൻ 80s ചേട്ടൻ ഈ പറഞ്ഞ പോലെ ഫിലിമിലേക്ക് വന്നു, പാട്ടുപാടി ടിൽ 2026. ഞങ്ങളുടെയൊക്കെ ഞങ്ങൾ കണ്ടതെന്നറിയോ, എത്രയോ ട്രെൻഡ് വരട്ടെ, എത്രയോ കുട്ടികൾ പാടട്ടെ, ബട്ട് MG മേക്സ് ഹിസ് ഓൺ പ്ലേസ് അല്ലേ. ട്രെൻഡിങ് അനുസരിച്ചാണ് ചേട്ടാ പോകുന്നത് അല്ലേ. ശരിക്കും ചേട്ടന്റെ വോയിസിന് ഒരു പ്ലേസ് ഉണ്ട്, ആ ഒരു സ്പേസ് ഉണ്ട്, അതിൽ നിന്ന് മാറിയിട്ടില്ല. എന്നാ ഇപ്പത്തെ റാപ്പാണോ ചേട്ടൻ റെഡിയാണ്. അപ്പൊ ഞങ്ങൾ എപ്പോഴും പറയാ, ഹി ഹാസ് ഹിസ് ഓൺ സ്പേസ്, ഹി ഹാസ് ഹിസ് ഓൺ സിഗ്നേച്ചർ. അതാ വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. ഞാൻ റാപ്പ് പാടിയിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. ആ പടം ഉണ്ടല്ലോ, എനിക്കോ മമ്മൂക്കെ സ്നേഹിക്കുന്ന മഴയത്ത് മുൻപേ. യെസ്, അതിനകത്തൊരു റാപ്പ് സോങ് ഉണ്ട്, ആനന്ദായിരുന്നു മ്യൂസിക് ഡയറക്ടർ. ഒരു ചെറിയ കോളേജ് പാട്ട് അത് ഏത് വർഷം? അത് 95 ഞാൻ റാപ്പ് പാടി. ഇല്ല അപ്പം എന്താ പറയാ, ഒരു മുഴം മുൻപേ എന്നൊക്കെ പറയുന്ന പോലെയാണ്. ബട്ട് സ്റ്റിൽ ചേട്ടാ, ഇപ്പൊ ലേറ്റസ്റ്റ് എന്റെ ഏട്ടന്റെ പടത്തിൽ വരെ അസാധ്യ പാട്ട് കേട്ടോ. സത്യം. ലില്ലി മലരെ, ലില്ലി മലരേ ആ ഫീലിംഗ് ശരിക്കും ആ ഒരു നല്ല, ഞാൻ എപ്പോഴും ഏട്ടനോട് പറയും, ഏട്ടാ ഇപ്പം നോക്കും, ആ പാട്ട് കേൾക്കും, ട്രാക്ക് പാടും, അല്ലാതെ ഒറിജിനൽ വോയിസ് പാടുമ്പോൾ ആ ഫീലിംഗ് ഒക്കെ ആ ശരിക്കും വരുന്നത് ചേട്ടൻ്റെ വോയിസിൽ കൂടെ കേൾക്കുമ്പോൾ മാത്രം. എനിക്ക് ശരിക്കും ചേച്ചിയെ കാണുമ്പോൾ വേറെ കാര്യം ചോദിക്കണമെന്ന് വെച്ചാൽ, ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂ ഞാൻ ഈ ഇടയ്ക്ക് കണ്ടായിരുന്നു, വിച്ച് ഷി ഡിഡ് സോളോലി. അതിനകത്ത് ചേച്ചി ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുന്നു. എന്ന് വെച്ചാൽ വിമൻ എംപവർമെന്റ്, വിമൻ എങ്ങനെ ആയിരിക്കണം എന്നും, അല്ലെങ്കിൽ അവരുടെ എല്ലാവരും ഒരേപോലെ ആയിരിക്കണം എന്നില്ലല്ലോ ചേച്ചി. എല്ലാവരും കുറച്ച് സ്ട്രെങ്ത് കുറവായിരിക്കും, അല്ലെങ്കിൽ വിൽ പവർ കുറവായിരിക്കും, കോൺഫിഡൻസ് കുറവായിരിക്കും. ചേച്ചിയെ സംബന്ധിച്ച് ഹൗ യു ക്യാൻ മോട്ടിവേറ്റ് ദം? ഇല്ല, ഇതെല്ലാം ആയിരുന്നു എൻ്റെ ജീവിതത്തിന്റെ പകുതി വരെ. നമ്മുടെ ചെറുപ്പകാലം എന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയും എല്ലാവരും സപ്പോർട്ടീവ് ആയിരുന്നു. അത് കഴിയുമ്പോൾ നമ്മുടെ അനുഭവങ്ങളാണ് നമ്മളെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കുന്നത്. അതിന് ഒരു ഗുരുവിൻ്റെ സ്ഥാനമൊന്നും ആർക്കും കൊടുക്കാൻ എനിക്ക് പറ്റില്ല. എൻ്റെ അനുഭവമാണ് ഞാൻ എന്നെ ഈ കാലം അതെ അത് എത്തിച്ചത്. നമുക്ക് ആ ലൈഫിൽ നമുക്ക് വന്നു ചേരുന്ന, അങ്ങനെയാണ് ഞാൻ കുറച്ചുകൂടെ കറേജിയസ് ആയാലും എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത്. ഒരാളോട് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് പറയും. നോ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ നോ എന്ന് പറഞ്ഞിരിക്കും. അത് അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നല്ല, പക്ഷെ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം പറയും. ചേച്ചി ആരുടെ മുമ്പിൽ കോംപ്രമൈസ് ഇല്ല? ഇല്ല, ഇഷ്ടമല്ല, അവരെന്ത് വിചാരിക്കും എന്നുള്ള അത് ഞാൻ വിചാരിക്കാറില്ല.